നിങ്ങളെ അറിയാത്തവർ ഇനി വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യില്ല. അതായത് നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന പല ആളുകളും പറയുന്ന ഒന്നാണ്, എൻ്റെ കോൺടാക്ട് നമ്പർ, അതായത് എൻ്റെ നമ്പർ എൻ്റെ ഫോണിലില്ലാത്തവർ എന്നെ അനാവശ്യ ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്നെ അനാവശ്യ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നു, ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു എന്ന് പല ആളുകളും പറയാറുണ്ട്. അപ്പോൾ ഇതിനായി സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണ്, വാട്സപ്പിൽ തന്നെ ഉള്ള ഒരു അടിപൊളി മാർഗ്ഗമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കോൺടാക്റ്റിലുള്ളവർ മാത്രം നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ആഡ് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനു വേണ്ടി സഹായിക്കുന്ന ഒരു വാട്സപ്പിൽ തന്നെയുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാം. അത് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ചാനലിൻ്റെ ബെല്ലൈക്കൺ ഉണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്, ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വാട്സപ്പിൽ അനാവശ്യമായിട്ടുള്ള ഗ്രൂപ്പുകൾ ആഡ് ചെയ്തിട്ട് നമ്മളെ ഇങ്ങനെ ഒരുപാട് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അത് തടയാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങളെ കോൺടാക്റ്റിലുള്ളവർ, നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളവർ മാത്രം നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻ വാട്സപ്പിലുണ്ട്. ഇത് അറിയാമെന്നുള്ളവർ ഒരുപാട് പേരുണ്ട്, അറിഞ്ഞൂടാത്തവർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമ്മളെ പ്രൈവസി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് താഴേക്ക് വരാം. അപ്പോൾ ഗ്രൂപ്പ്സിൻ്റെ ഭാഗത്തിലാണ് ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ ഉള്ളത്. ഇവിടെ നമുക്ക് വിവിധ തരത്തിൽ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും നമ്മൾ ആരൊക്കെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം. നമ്മളെ കോൺടാക്റ്റിലുള്ളവർ മാത്രം, നമ്മളെ കോൺടാക്റ്റിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകൾ മാത്രം നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ മതി എങ്കിൽ അങ്ങനെ നമുക്ക് തീരുമാനിക്കാം. ഇവിടെ വാട്സപ്പിൻ്റെ ഡിഫോൾട്ട് സെറ്റിങ്സ് എന്ന് പറയുന്നത് എവരിവണ്ണിലാണ്. അതായത് എല്ലാവർക്കും, നമ്മളെ നമ്പർ കിട്ടുന്ന എല്ലാവർക്കും, നമ്മളെ കോൺടാക്റ്റിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന അവർക്ക് മാത്രമല്ല എല്ലാവർക്കും നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനുള്ള അനുമതി നമ്മൾ തന്നെ കൊടുത്തിരിക്കുകയാണ്. അത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈ കോൺടാക്ട്സ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഗ്രൂപ്പ്സ് എന്ന ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്തിട്ട് മൈ കോൺടാക്ട്സ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. മൈ കോൺടാക്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ വാട്സപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള, അതായത് നിങ്ങളെ കോൺടാക്റ്റ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങളെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങളെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രം നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യേണ്ട അനുമതി കൊടുക്കുകയാണ്. അല്ലാതെ എല്ലാവർക്കും ആഡ് ചെയ്യേണ്ട അനുമതിയല്ല കൊടുക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്റ്റിൽ നിങ്ങൾ സേവ് ചെയ്യാത്ത ഒരാൾക്കും ഈ മൈ കോൺടാക്ട്സ് എന്ന നിങ്ങൾ ഈ ഭാഗം ഇവിടെ ഗ്രൂപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ കോൺടാക്ട് നമ്പർ, അതായത് നിങ്ങളെ വാട്സപ്പ് നമ്പർ എത്ര പേർക്കുണ്ട് അത് നിങ്ങൾ അവരെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പേരിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രം നിങ്ങളെ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ എല്ലാവർക്കും ആഡ് ചെയ്യാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കോൺടാക്ട്സിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ഗ്രൂപ്പിൽ ഒരിക്കലും ആഡ് ചെയ്യേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാത്രം സെലക്ട് ചെയ്തിട്ട്, അതായത് ബാക്കി എല്ലാവർക്കും നമുക്ക് ആഡ് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ്. ആരൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യേണ്ട എന്ന് നമുക്കങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അത് നമുക്ക് തീരുമാനിക്കേണ്ട ഒരു ഓപ്ഷനാണ്. ഞാനിപ്പോൾ മൈ കോൺടാക്ട്സ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക്, എൻ്റെ ഫോണിലുള്ളവർ എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ മതി എന്നാണ്. അതായത് ഞാൻ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന അവർ മാത്രം എന്നെ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്താൽ മതി, എല്ലാവരും ആഡ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് വാട്സപ്പ് ഉപയോഗിച്ച് നിങ്ങളെ ഇഷ്ടത്തിന് മാറ്റം വരുത്താനുള്ള സെറ്റിങ്സാണ് ഇത്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നേ ഉള്ളൂ.
അപ്പോൾ ഇത് അറിയാന്നുള്ള ഒരുപാട് സുഹൃത്തുക്കൾക്കാണ്, അറിഞ്ഞൂടാത്ത സുഹൃത്തുക്കൾക്ക് മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൽ ബെല്ലേക്കണം, അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ അറിയുന്ന ആളാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, അറിഞ്ഞൂടാത്തവരാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്തെത്തിക്കുക. കാരണം അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരമായി മാറും. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ടിപ്സ് വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അത്